ക്ഷേത്രത്തിലെ സപ്താഹത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകി മഹല്ല് കമ്മിറ്റി. കരിമ്പുഴയിൽ നിന്നാണ് കേട്ടോ നാടിൻ്റെ നന്മയും സൗഹാർദ്ദവുമെല്ലാം വിളിച്ചോതുന്ന ഈ വാർത്ത. കരിമ്പുഴ ആറ്റാശ്ശേരി ചോലക്കുറിശി വിഷ്ണു ശിവക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ എത്തുന്നവർക്ക് രണ്ടാമത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന്റെ ചിലവ് വഹിച്ചത് കുന്നക്കാട് ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന്. സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് ആളുകളാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. ഇത് ഈ നാടിന്റെ നന്മയുടെ ചിത്രമാണെന്നും സന്തോഷവും സൗഹാർദ്ദവും നിറയുന്ന ഇത്തരം ഒത്തുകൂടലുകൾ നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാകുമെന്നും കുന്നക്കാട് മഹല്ല് ഖത്തീബ് സൈദലവി ഫൈസി പറഞ്ഞു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുള്ളത്. പരസ്പരം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷവും സൗഹാർദ്ദമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കാരണമാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ നിലനിൽക്കുന്ന ഈ ഐക്യവും സൗഹാർദ്ദവും അതൊക്കെ തുടർന്ന് നിലനിൽക്കണം. ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി കുന്നക്കാട് മഹല്ലെ ചെറുപ്പക്കാരായും അതുപോലെ മറ്റ് വിശ്വാസികളായ ആളുകൾ മുന്നോട്ട് വന്നതിൽ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്യുന്ന ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാടിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ലെന്ന് വാർഡ് മെമ്പർ ഷാഹുൽ ഹമീദ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഈ ചോലക്കുറിശി പ്രദേശത്ത് ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഐക്യവും വളരെ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് ഇവിടുത്തെ ജനസമൂഹം ജീവിച്ചു പോരുന്നത്. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുമയുടെ കാഴ്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നബിദിന ഘോഷയാത്രയ്ക്ക് വർഷങ്ങളായി ക്ഷേത്രം കമ്മിറ്റി സ്വീകരണം നൽകാറുണ്ട്. പൂർവികർ ചേർന്നുണ്ടാക്കിയ ഈ ഐക്യം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം കൂട്ടായ്മകൾ ഒരുക്കുന്നതെന്നും ഇത് എല്ലാ കാലത്തും നിലനിർത്തുമെന്നും മഹല്ല് പ്രസിഡന്റ് കെ മുജീബ് പറഞ്ഞു. കുന്നക്കാട് മഹല്ല് നിവാസികളും ക്ഷേത്ര കമ്മിറ്റിയും ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള സപ്താഹത്തിന് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഒത്തുചേരൽ ഞങ്ങൾ നടത്തുകയും ഞങ്ങൾക്ക് നിരന്തരമായി നബിദിന റാലിയിൽ വളരെ വിപുലമായ സ്വീകരണം ഇവിടുന്ന് കിട്ടുന്നതാണ്. അതിന് ഉപാധിയൊന്നല്ല, പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു സൗഹാർദ്ദം. ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള അച്ഛന്മാരും ഇവിടെ വല്യപ്പന്മാരൊക്കെ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം, ആ ഐക്യം ഒട്ടും കുറയാതെ തന്നെ ഞങ്ങളിവിടെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള തെളിവും കൂടിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കർക്കിടക മാസത്തിലെ വാവു ദിവസം സൂഫി വര്യനായ അമ്പംകുന്ന് വീരാൻ ഔലിയയുടെ പേരിൽ 60 വർഷത്തോളമായി അന്നദാനം നടത്തുന്ന ഈ നാട്ടിലെ ഹിന്ദു കുടുംബത്തെക്കുറിച്ച് നേരത്തെ വാർത്ത നൽകിയിരുന്നു. നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന സ്വീകരണം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും എന്ത് വില കൊടുത്തും ഈ സാമുദായിക ഐക്യം സംരക്ഷിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി വിശ്വനാഥൻ പറഞ്ഞു. നിങ്ങളുടെ നബിദിനത്തിൽ നമുക്ക് പറ്റാവുന്ന ചെറിയൊരു ഉപഹാരം സമർപ്പിക്കാറുണ്ട്. അത് എന്നും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് സഹകരിക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് ഈ കൂട്ടായ്മ എന്ത് പ്രശ്നം വെച്ചാലും നമ്മൾ കൂട്ടായ്മ കേട്ടോ, ഒരു കൂട്ടായ്മയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഒരു പേരിൽ വെച്ചാൽ ഒന്നും പറ്റില്ല. 2 എണ്ണം എങ്ങനെ പിടിക്കാം, 3 എണ്ണം എങ്ങനെ പിടിക്കാം, ഒരു കൈ പിടിച്ചാൽ മുഷ്ടി ചുരുട്ടാം. എല്ലാവരുടെയും മുഷ്ടി ചുരുട്ടി പിടിച്ചാണല്ലോ നമ്മുടെ ഈ സമുദായ ഈ പ്രദേശം മുഴുവൻ നല്ലതായി വരും. സംശയം വേണ്ട. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി സുമേഷ്, സി പി വേണുഗോപാൽ നായർ, സി നന്ദകുമാർ, കൃഷ്ണദാസ്, രാജേഷ് സി, ട്രഷറർ സി വി വിജയൻ, പി കുഞ്ചുതരകൻ, മഹല്ല് സെക്രട്ടറി എ പി സിദ്ദിഖ്, എ പി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.